ഇവിടുന്ന് അവിടെ കുറച്ചങ്ങ് ഓടി ഒറ്റ ഓട്ടത്തിന് കൊച്ചിൻ്റെ അടുത്ത് ചെന്നു. ഓടി ചെന്ന് തലയിൽ കോരി എടുക്കുന്നത്. ചിലപ്പം തല നമ്മളെ കോഴി അറുത്തിടിയല്ലേ, അതുപോലെ അത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അന്നേരം ഞാൻ ഇവിടെ എടുക്കുമ്പോൾ ഒരു അനക്കമൊന്നും ഇല്ലെന്നേ, യാതൊരു അനക്കവും ഇല്ല. ഇവിടെ എടുത്തപ്പോൾ ഞാൻ അടുത്ത ജീവനില്ലെന്നുള്ള കണ്ടീഷനിലാണ്. അപകടത്തിൽ പരിക്കേറ്റ് ശരീരം തളർന്ന് അബോധാവസ്ഥയിലായ 10ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് അധ്യാപകരുടെയും സഹപാഠികളുടെയും സ്നേഹത്തണലിൽ പുതുജീവൻ. കുറവിലങ്ങാട് വയല ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അമൽ പാപ്പച്ചനാണ് 6 മാസത്തിലധികം നീണ്ട ചികിത്സകൾക്കൊടുവിൽ പുതുജീവിതത്തിലേക്ക് മടങ്ങിയെത്തുന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 24-നാണ് കുറവിലങ്ങാട് പുത്തരങ്ങാടിയിൽ വെച്ച് അമലിൻ്റെ സൈക്കിളിൻ്റെ പിന്നിൽ കാർ ഇടിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ അമലിനെ തള്ളകത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ 2 ആഴ്ചയോളം അമൽ അബോധാവസ്ഥയിൽ കിടന്നു. അവളുടെ ചേട്ടൻ ഇരിപ്പുണ്ട്. ആ ചേട്ടനെന്ന് പറഞ്ഞു ഓടി ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. അന്നേരം ഞാൻ അറിയുന്നില്ല എൻ്റെ കൊച്ചാന്ന്. പക്ഷെ അന്നേരം എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് വരും. ഇവനെ വിളിച്ച് നോക്കാം, ഇവനെ വിളിച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് കാര്യം അറിയാമല്ലോ. ഇവൻ്റെ ഫോണുണ്ടായിരുന്നു. ഞാൻ ചെല്ലുമ്പം കൊച്ചിന് ബോധമില്ലാതെ ഇവിടുന്ന് അവിടെ കുറച്ചങ്ങ് ഓടി ഒറ്റ ഓട്ടത്തിന് കൊച്ചിൻ്റെ അടുത്ത് ചെന്നു. ഓടി ചെന്ന് തലയിൽ കോരി എടുക്കുന്നത്. ചിലപ്പം തല നമ്മളെ കോഴി അറുത്തിടിയല്ലേ, അതുപോലെ അത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. വേറെ ഒരു മുറിവുണ്ടെന്നൊന്നും എനിക്ക് തോന്നിയില്ല. ബ്ലഡൊക്കെ പോകുന്നുണ്ടെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇതായിപ്പോയി. കാരണം കൊച്ചിന് തല ഇങ്ങനെയാണല്ലോ എന്നൊരു സംഭവം. ഇനി ഞാൻ എന്ത് ചെയ്യും, ഞാൻ എങ്ങനെ നോക്കുമെന്നൊരു ചിന്തയാണ് എനിക്ക് ആരുമില്ല സഹായിക്കാനും. പെട്ടെന്ന് നമ്മൾ കാരിത്താസിൽ എത്തിച്ചു. ഡോക്ടർ പറഞ്ഞു അറിയിക്കാൻ പറഞ്ഞു. പിന്നെ അവൾ പെട്ടെന്ന് അവിടെ ആക്കി വെന്റിലേറ്റർ ഇടുകയാണ് ചെയ്തത്. വെന്റിലേറ്ററിൽ ഓക്സിജൻ കൊടുത്ത് അവിടെ ഇട്ടു. അന്നേരം പറഞ്ഞ് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചു. പിന്നെ അറിയിച്ചോളാൻ പറഞ്ഞു. പിന്നെ ഉടനെ ഞാൻ ടീച്ചറിനെ വിളിച്ചു. ടീച്ചറെ ഇന്നപോലെ ഇവന് ആക്സിഡൻ്റായി. പിന്നെ ടീച്ചറിൻ്റെ സാറുമാരും 3 പേരും കൂടെ വന്നേച്ച് പെട്ടെന്ന് നമ്മൾ മെഡിക്കൽ കോളേജിൽ ടാക്ക് ചെയ്ത്. അവിടെയും വെന്റിലേറ്റർ സഹായമൊന്നും ഇല്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് എല്ലാവരും PTA-കാരും എല്ലാവരും സഹകരിച്ച് നമുക്ക് എളുപ്പം അവിടെ വെന്റിലേറ്ററിലുമായി ഓക്സിജനിലുമായി. ചലനശേഷി നഷ്ടപ്പെട്ട് ജീവൻ മാത്രം നിലനിന്ന അമലിനെ വിദഗ്ധ ചികിത്സയ്ക്കായി വൈക്കം ചെമ്മനാഗരിയിലുള്ള ഇൻഡോ അമേരിക്കൻ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. സ്കൂളിലെ പ്രധാന അധ്യാപികയായ ജാസ്മിനും PTA-യും സഹപാഠികളും ചേർന്നാണ് ഇതിനാവശ്യമായ തുക സമാഹരിച്ചത്. 8 വർഷം മുമ്പ് പിതാവ് നഷ്ടപ്പെട്ട അമലിൻ്റെ ചികിത്സയ്ക്ക് സഹായവുമായി കടപ്ലാമറ്റം പഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും ഒപ്പം നിന്നു. കോളേജിൽ നിന്ന് അവനെ അവർക്കൊന്നും ചെയ്യാനില്ല, വീട്ടിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയറിൽ കൊണ്ടുപോയി വേണ്ട രീതിയിൽ കെയർ ചെയ്താൽ മാത്രം മതി, അല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് അവനെ ഡിസ്ചാർജ് ചെയ്യുകയാണെന്ന് അവൻ്റെ ഒരു കസിൻ ബ്രദർ എന്നെ വിളിച്ച് പറഞ്ഞു. അതനുസരിച്ച് പാലാ ഹോസ്പിറ്റലിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറഞ്ഞു. കൊണ്ടുവന്ന് അന്നൊരു രാത്രി 8 മണിയോളം ആയി അവിടെ ചെന്നപ്പോഴത്തേക്കും. അതുകൊണ്ട് അന്ന് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും ഇവിടുന്ന് എൻ്റെ സഹപ്രവർത്തകരായ സ്റ്റാഫ് സെക്രട്ടറി, അതുപോലെ വേറെ 2 അധ്യാപകർ, അവനെ LP ക്ലാസ്സിൽ പഠിച്ച മായ ടീച്ചർ, പ്രസാദ്, ഇവരെല്ലാം ഞങ്ങൾ 4 പേരും കൂടെ അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വശം കൈകൾ ഏകദേശം ഒരു മരച്ച അവസ്ഥയിലാണ് അവനെ തൊട്ട് നോക്കുമ്പോൾ. പക്ഷേ ഞങ്ങൾ 1-2 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാനും മായ ടീച്ചർ മാറി വിളിച്ചു കഴിഞ്ഞപ്പോൾ അവന് ഒരു കാല് പതുക്കെ ഇങ്ങനെ ഒന്ന് വലിച്ചു വെച്ചു, കൈ അനക്കി. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും മായ ടീച്ചർ പറഞ്ഞു, ടീച്ചറെ ഇവൻ്റെ ഉള്ളിൽ നമ്മുടെ ശബ്ദം തിരിച്ചറിയുന്നതുകൊണ്ടാവാം ഒരുപക്ഷെ ഇവനിങ്ങനെ കയ്യോ കാലൊക്കെ അനക്കുന്നത്. എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം സാറന്മാർ പറഞ്ഞു, ഇങ്ങനെ ഈ കണ്ടീഷൻ തന്നെയായിരുന്നല്ലോ ആദ്യം മുതൽ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അന്നേരം അവൻ്റെ അമ്മ തൊട്ട അടുത്ത് കിടന്ന ഒരു കുട്ടിയുടെ ബൈസ്റ്റാൻഡർ വന്ന് പറഞ്ഞു, അമ്മ ഇന്നലെയും രാത്രി തല ഇറങ്ങി വീണു, ഈ കൊച്ചിൻ്റെ ഇത് കണ്ടിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യ്, ഈ അവസ്ഥയിൽ ഇവിടെ ഇടുന്നത് കഷ്ടമാണെന്ന് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അന്നേരം ഞാൻ പറഞ്ഞു, അമ്മയോട് പറഞ്ഞു, ഡിസ്ചാർജ് സമ്മറിയും ഇവൻ്റെ ചികിത്സാ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമുക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടോ എന്ന് നോക്കാം. ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്. എല്ലാവരും ഉപേക്ഷിക്കുന്ന കേസുകൾ, ബ്രെയിനിൻ്റെ പ്രശ്നമുള്ളതൊക്കെ അവിടെ നിന്ന് ശരിയാകും. ഞാൻ ഏതായാലും അവരെ ആശ്വസിപ്പിച്ചു. ഞാൻ ആ ചികിത്സാ ഡോക്യുമെൻറ്റ്സ് എല്ലാം വാങ്ങിച്ച് എൻ്റെ കയ്യിൽ വെച്ചു. തിരിച്ചു വരുന്ന വഴിക്ക് വണ്ടിയിലിരുന്ന് തന്നെ ഞാൻ ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിലെ നമ്പർ എടുത്ത് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ വിളിച്ച് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ചികിത്സാ ഡോക്യുമെൻറ്റ്സ് എല്ലാം മെയിൽ ചെയ്തതാ, അതിനുശേഷം ചെയ്യാം. അന്നേരം ഇപ്പം മെയിൽ ചെയ്യണമെന്ന് ചോദിച്ചപ്പം വേണ്ട, രാവിലെ മതി എന്ന് പറഞ്ഞു. അത് നോക്കിയിട്ട് പറഞ്ഞു വൈകുന്നേരം എല്ലാ ഡോക്ടേഴ്സുമായിട്ട് കണ്ട് ചർച്ച ചെയ്തതിന് ശേഷം തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ കൃത്യമായിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കുന്നതിന് മുമ്പ് തന്നെ അവർ തിരിച്ചെന്നെ വിളിച്ചു. നാളെ നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരാരെങ്കിലും ഒക്കെ കൂടി ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം ആയിട്ട് ഹോസ്പിറ്റലിലോട്ടൊന്ന് വരണം, അതിനുശേഷം കുട്ടിയെ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു.
അങ്ങനെ പിറ്റേ ദിവസം ഞാനും കൗൺസിലറായ ജിൻസി ടീച്ചറെ, സ്റ്റാഫ് സെക്രട്ടറി, അതുപോലെ അവൻ്റെ കസിൻ ബ്രദർ, അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബ്രദർ, ഇത്രയും പേരെയും ഞങ്ങൾ 4 പേരും കൂടെ ഹോസ്പിറ്റലിൽ പോയി 3-4 ഡോക്ടേഴ്സിനെ മാറി മാറി കണ്ടു. ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പോസിറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് ഞങ്ങളുടെ ചിലവ് താങ്ങാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കുട്ടിയെ കൊണ്ടുവരാൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് പെട്ടെന്നൊന്നും ചിലപ്പം ബില്ല് പേ ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവത്തില്ല, ഞങ്ങൾ കുറേശ്ശെ ചെയ്തോളാം, ഞങ്ങൾക്കൊരു സപ്പോർട്ട് തരണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾ സ്കൂളുകാരിടപെട്ട ആദ്യത്തെ ഒരു കേസാണ്, അതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും എല്ലാ സപ്പോർട്ടും തരാം, നിങ്ങൾ കുട്ടിയെ കൊണ്ടുപോരാ എന്ന് പറഞ്ഞു. അവർ തന്നെ ആംബുലൻസ് അറേഞ്ച് ചെയ്തു തന്നു. അതിന് പ്രകാരം പിറ്റേ ദിവസം രാവിലെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് അന്ന് തന്നെ വന്ന ഉടനെ തന്നെ PTA മെമ്പേഴ്സിനെയും എല്ലാം വിളിച്ചു. PTA പ്രസിഡൻറ്റും ശക്തമായ രീതിയിൽ ഞങ്ങളുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും, PTA പ്രസിഡൻറ്റ്, ഒരു SMC മെമ്പർ രവീന്ദ്രൻ എന്ന് പറഞ്ഞ സാറ്, പിന്നെ ഒരു അനിൽ MM എന്ന് പറഞ്ഞു ഇവിടെ തന്നെ ഒരു കുട്ടിയുടെ രക്ഷകർത്താവ്, ഇവരെല്ലാം എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആണ്. അവരുടെ എല്ലാം ശക്തമായ സപ്പോർട്ടോടുകൂടി ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആംബുലൻസ് വന്നു. ഞങ്ങൾ സ്കൂളിൽ നിന്ന് അധ്യാപകരും ഈ PTA മെമ്പേഴ്സ്, PTA പ്രസിഡൻറ്റ്, അതുപോലെ SMC മെമ്പറായ നവാസ്, അനിൽ MM, രവീന്ദ്രൻ സാറ്, ഇങ്ങനെ എല്ലാവരും കൂടെ കൂടി ഞങ്ങൾ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റാക്കി കഴിഞ്ഞ് അവർ പറഞ്ഞു 3 ദിവസം കഴിഞ്ഞ് വിശദമായിട്ട് ഞങ്ങൾ പറയാൻ പറ്റും കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച്, അതിനുശേഷം നമുക്ക് തുടർ ചികിത്സയെക്കുറിച്ച് ആലോചിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ വിളിച്ചു, നല്ല മാറ്റമുണ്ട്, നമുക്ക് ചികിത്സ തുടരാം എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു. PTAയുടെ ശക്തമായ സപ്പോർട്ടുണ്ടായിരുന്നു. അതുപോലെ പഞ്ചായത്ത് പ്രതിനിധികൾ, പഞ്ചായത്തിലെ കടപ്ലാമറ്റം ഗ്രാമപഞ്ചായത്തിലെ 8 വാർഡിൽ ആണ് ഞങ്ങൾ വൺ ടൈം പിരിവ് നടത്തിയത്. ആ 8 മെമ്പർമാരുടെയും ശക്തമായ സഹകരണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ പഞ്ചായത്ത് മെമ്പർമാരും ഈ നാട്ടിലെ പൊതുപ്രവർത്തകരും അതുപോലെ സമൂഹത്തിൽ നിൽക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരെ കൂടെ കൂട്ടി നമ്മളിവിടെ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കും. ഒരു നല്ല ടീം എന്ന നിലയിൽ അത് രൂപീകരിച്ച് നമുക്ക് ഈ കുട്ടിക്ക് വേണ്ട ധനസഹായം കണ്ടെത്തുവാൻ നമുക്ക് നോട്ടീസ് അടിച്ചിറക്കി എല്ലാ വീടുകളിലും കയറി ഇറങ്ങി നമ്മൾ ഒരാഴ്ച മുമ്പ് നോട്ടീസ് കൊടുത്തു. ഒരു ദിവസം നമ്മൾ പ്രത്യേകം മാറ്റി വെച്ചിരുന്നു. ആ പറഞ്ഞ ദിവസത്തിൽ തന്നെ നമ്മളവിടെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി നമ്മൾ ഫണ്ട് കളക്ട് ചെയ്തു. നല്ല രീതിയിലുള്ള സഹകരണമാണ് ഈ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഒരുപാട് നല്ല സഹകരണം. അപ്പം നമ്മുടെ കൂടെ ഞങ്ങൾ പിരിവിന് ഇറങ്ങാൻ നേരത്ത് ഈ സ്കൂളിലെ കുഞ്ഞു കുട്ടികൾ തൊട്ട് അവരുടെ മാതാപിതാക്കൾ, ഇവിടുത്തെ അധ്യാപകർ, ഈ നാട്ടിലുള്ള സമൂഹത്തിൽ നന്മയുള്ള ഒരുപാട് മനുഷ്യർ ഞങ്ങളുടെ കൂടെ അന്നേ ദിവസം ഞങ്ങളുടെ കൂടെ ഇവിടെ ഈ പിരിവിന് ഇറങ്ങുകയും ഏകദേശം ഒരു രാത്രി 7 മണി വരെയാണ് ഇതിൻ്റെ കാര്യങ്ങളായിട്ട് ഞങ്ങൾക്ക് അന്നിവിടെ നിൽക്കേണ്ടി വന്നത്. വളരെ നല്ല രീതിയിലുള്ള സഹകരണം ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് ഈ PTAയുടെയും SMCയുടെയും ഈ പഞ്ചായത്ത് ഞങ്ങളുടെ കൂടെ സഹകരിച്ച പഞ്ചായത്ത് മെമ്പർമാരുടെയും ഈ നാട്ടിലെ പൊതുപ്രവർത്തകരൊക്കെ ഒരു നല്ല സഹകരണം കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ കുട്ടീനെ ഇതുപോലെ നമുക്കിവിടെ തിരിച്ചു കൊണ്ട് നിർത്താൻ സാധിച്ചത്. അതിനകത്ത് ഒരു PTA പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്കിവിടെ നിൽക്കാൻ സാധിച്ചതിന് ഏറ്റവും അഭിമാനമായ ഒരു കാര്യമായിട്ട് ഞാൻ എന്നെ കാണുകയാണ്. കാരണം ഇത്ര ഒരു നല്ല കാര്യം നമുക്ക് ചെയ്യാൻ സാധിച്ചല്ലോ എന്നുള്ള കാര്യത്തിൽ. ഏത് ഹോസ്പിറ്റലിൽ ആദ്യം കാര്യത്തിൽ വെന്റിലേറ്റർ സപ്പോർട്ടുള്ള ഹോസ്പിറ്റലായിട്ട് മാറ്റിയിട്ടേ കാര്യമുള്ളൂ. ബെഡ് കിട്ടണം. അങ്ങനെ മെഡിക്കൽ കോളേജിലോട്ട് വെന്റിലേറ്റർ ബെഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മാറ്റിയത്. രണ്ടാമത്തെ ഇവിടെ ഈ ആളിവിടെ ആക്സിഡൻ്റ് ആയിട്ട് ഇവിടെ വന്നപ്പോൾ പുള്ളി ഇടിച്ച അന്നേരം പിന്നെ പോയില്ല. അന്നേരം ഞാൻ ഇവിടെ എടുക്കുമ്പോൾ അവന് അനക്കമൊന്നും ഇല്ലെന്നേ, യാതൊരു അനക്കവും ഇല്ല. പിന്നെ പോയ വഴിക്ക് ഇടയ്ക്ക് വണ്ടിയെ വെച്ച് ഒരു ശബ്ദം കേൾപ്പിച്ചു. അപ്പോൾ പിന്നെ ഇവിടെ എടുത്തപ്പോൾ ഞാൻ അടുത്ത ജീവനില്ലെന്നുള്ളൊരു കണ്ടീഷനിലായിരുന്നു. നമ്മുടെ സ്കൂളിലെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥി അമൽ പാപ്പച്ചന് ഈ വർഷം ഓണത്തിന് തലേന്ന് അപകടത്തിൽ പരിക്കേൽക്കുകയും കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഇരിക്കെ അവർ ഉപേക്ഷിക്കുന്ന ഘട്ടത്തിൽ എത്തുകയും തുടർന്ന് നമ്മുടെ വൈക്കം ഹോസ്പിറ്റലിൽ എത്തിക്കുകയും തുടർന്ന് അവന് നല്ല രീതിയിൽ ജീവിതത്തിലേക്ക് കടന്നു വരുവാനും അവന് സാധിച്ചു. ഇതിന് പിന്നിൽ നമ്മുടെ സ്കൂളിൻ്റെ PTA, നമ്മുടെ പ്രിൻസിപ്പൽമാർ, HM, അതുപോലെ തന്നെ നമ്മുടെ കടപ്ലാമറ്റം ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡൻറ്റ്, എല്ലാ മെമ്പർമാരും അതുപോലെ തന്നെ നാട്ടുകാരും എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചു.
അത് വളരെ നന്ദിയുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. അതുപോലെ തന്നെ ആ കുട്ടിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവം നമ്മളെ സഹായിച്ചതിൽ നന്ദിയും അറിയിക്കുന്നു. നമ്മുടെ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ അമൽ പാപ്പച്ചൻ്റെ ചികിത്സാ സഹായത്തിനായി PTA-യുടെയും സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെയും എല്ലാ നാട്ടുകാരുടെയും സഹായത്തോടെ ചികിത്സാ സഹായം നമുക്ക് ആർജിക്കാൻ സാധിക്കുകയും അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്തതിലുള്ള സന്തോഷം പ്രത്യേകമായി അറിയിക്കുന്നു. 4 മാസത്തെ ചികിത്സയ്ക്കൊടുവിൽ പൂർണ്ണ ആരോഗ്യവാനായി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായ അമലിനെ സ്നേഹാശംസകളോടെയാണ് ഡോക്ടർമാരും സഹപ്രവർത്തകരും യാത്രയാക്കിയത്. തങ്ങളുടെ പ്രിയ കൂട്ടുകാരനെ കൂട്ടിക്കൊണ്ടുപോകാൻ സഹപാഠികളും അധ്യാപകരും ആശുപത്രിയിലെത്തിയിരുന്നു. പ്രാർത്ഥനയും സഹായവുമായി ഒപ്പം നിന്ന എല്ലാവർക്കും നിറകണ്ണുകളോടെ നന്ദി പറഞ്ഞ അമൽ ഈ വർഷം തന്നെ 10ാം ക്ലാസ് പരീക്ഷ എഴുതുവാനുള്ള തയ്യാറെടുപ്പിലാണ്. വിജയപുരം രൂപതയിലെ ഇളകാട് സെൻറ് മേരീസ് ഇടവകയിലാണ് അമൽ താമസിക്കുന്നത്. എൻ്റെ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഞങ്ങളുടെ ഇടവകയിലെ വികാരി അച്ഛൻ, ഇടവകാംഗങ്ങൾ, പ്രത്യേകിച്ച് ജാസ്മിൻ ടീച്ചർ, ജിൻസി ടീച്ചർ, അധ്യാപകർ, PTA-ക്കാർ എല്ലാവർക്കും, നാട്ടുകാർക്കും, ഇതിനോട് പ്രാർത്ഥിച്ച എല്ലാവർക്കും, സഹായിച്ച എല്ലാവർക്കും ദൈവനാമത്തിലും സർവശക്തനായ ദൈവനാമത്തിലും ഞാൻ നന്ദി. എല്ലാവർക്കും ഞാൻ എൻ്റെ പേരിലും ദൈവത്തിൻ്റെ പേരിലും നന്ദി പറയുന്നു.